ശബരിമല പ്രശ്നം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേസ് കോടതി ഓരോ പ്രാവശ്യവും ശക്തിയായ രീതിയിൽ അതിനെ എതിർത്ത് നിലപാട് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് CBI വേണം അന്വേഷിക്കണമെന്ന് പറയുന്നത്? SIT അന്വേഷണം തൃപ്തികരമായി നടക്കുകയാണ്. നിങ്ങൾക്ക് SIT അന്വേഷണം ഫലപ്രദമായി നടക്കുമെന്ന് വിശ്വസിച്ചുകൂടെ? കോടതിയുടെ കീഴിലാണല്ലോ അന്വേഷണം നടക്കുന്നത്. പിന്നെ നിങ്ങളെന്തിനാണ് ഈ CBIയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത്? CBIയിലുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് സംസ്ഥാന പോലീസിലെ ഡെപ്യൂട്ടേഷനിൽ പോയ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ? ഇനി എന്താണ് അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. ഇന്നലെ ചോദിച്ചത് കുറച്ചും കൂടി കടുപ്പിച്ചാണ്. കോടതി ചോദിച്ചു, നിങ്ങൾ CBI അന്വേഷണമാണെന്ന് പറയാണ്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഒരു 5 CBI കേസ് കൈകാര്യം ചെയ്തത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നേടിയതായി പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചോളൂ. 5 കേസെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം മനസ്സിൽ ഈ CBI കേസ് മമ്മൂട്ടി കേസാണ്. സിനിമയിലെ CBI കേസിന്റെ ഭാഗമായിട്ടാണല്ലോ CBI 1, 2 നിലം വന്നേ മമ്മൂട്ടി നായകനായിട്ട് ഡയറിക്കുറിപ്പ്. അമ്മാതിരി കേസിനെ പറ്റിയാണ് ഇവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ 5 കേസ് പറ, ഇത് കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ച ഏതെങ്കിലും ഒരു 5 കേസ് CBIനെ പറ്റി പറ എന്ന് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേസ് എന്നും പറഞ്ഞിട്ട് നടക്കുക. അതായത് പ്രതിപക്ഷ നേതാവാണ് ആദ്യം CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ കേസ് പോയി, അതിൻ്റെ ഒപ്പം തന്നെ തന്ത്രി സമാജവും പോയി, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരും പോയി കേസിന്. ഇവരെല്ലാം പോയപ്പോൾ ആ കേസെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കുന്ന 2 ഘട്ടത്തിലാണ്. നിങ്ങൾ എന്തിനാണ് SITയെ അപമതിക്കുന്നത്? അവർ നല്ല രീതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CBI അന്വേഷിക്കുന്ന പോലെ തന്നെ ഫലപ്രദമാണ് എന്ന കാര്യം നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാനാവാത്തത് എന്ന് കോടതി ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു.